സെമീത്ത, എന്താ ജെസി? ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു. ഇല്ല, പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയി. നാളെ പോവാം, ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ. ഒപ്പിടാനാ? അല്ല, നമുക്ക് പ്രമാണം ചെയ്യണ്ടേ മക്കളെ പേരില്? പ്രമാണം? അന്ന് നീ പിന്നെ എന്നെ കൊണ്ട് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചതാ. അതിനകത്ത് എന്തു എഴുതി ചേർത്തത്? ആ പേപ്പർ അതെല്ലാം അവർ എനിക്ക് അയച്ചു തന്ന്. അതെല്ലാം ഓക്കെയാണ്, ഞാൻ നോക്കി ചെക്ക് ചെയ്ത്. അല്ല, അത് നീ എന്നെ കാണിച്ചില്ലല്ലോ. എന്തൊക്കെയാ അത് എഴുതി ചേർത്ത? പിന്നെ അവനും അഡ്വക്കേറ്റ് ആണല്ലോ, അപ്പൊ അവനും ചെക്ക് ചെയ്ത്. ഓ, ഇതിലൊരു കുഴപ്പമില്ല. മക്കളുടെ 18 വയസ്സ് കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. മക്കളെ പേരിലായാലും ഇക്കൊക്കെ അറിഞ്ഞ വലിയ പ്രശ്നമാവും. വേണ്ട അമ്മക്ക്. അപ്പൊ പിന്നെ ആ മുതല് കണ്ടാരും വരുത്തില്ലല്ലോ, അതല്ലേ സേഫ്. ഓ എന്റെ പൊന്നെ, അതൊന്നും വേണ്ട. നീ ഒന്ന് അടങ്ങിയിരി. അതൊന്നും നമുക്ക് വേണ്ട. നാളെ വരണം. ഇക്ക പോയി കഴിയുമ്പോ നമുക്ക് ഇറങ്ങാം. തന്നെ ഇക്കായ അറിയാതെ നമ്മൾ എവിടെ പോവാന്? നമ്മൾ ഇവിടുന്ന് എവിടെ ഇറങ്ങിയാലും ഇക്ക അറിയും. ഞാനൊരു ഓട്ടോ ഏർപ്പാടാക്കാം. ഓട്ടോ ഇല്ല? അതിനെന്തിനാ? നിനക്ക് വണ്ടി ഉണ്ടല്ലോ, അതിൽ പോയാൽ പോരെ? അല്ലെങ്കിൽ നമ്മളെ വണ്ടി പോകുന്ന റിസ്കാ. നമുക്കൊരു ഓട്ടോയിൽ പോവാം. മക്കളുടെ 18 വയസ്സ് കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ ആ മുതല് കണ്ടാരും വരുത്തില്ലല്ലോ, അതല്ലേ സേഫ്. അത് നീ പറഞ്ഞ ശരിയാ. ആ ഒരു ടെൻഷൻ കൊണ്ടാ ഞാൻ അത്രയും സമ്മതിച്ചത്. പക്ഷെ അത് എല്ലാം ഇക്കാടെ അല്ലേടാ. നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നമ്മൾ എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്? പോന്നെങ്കിൽ അവരും എടുക്കുകയോ അവരെന്താ ചെയ്യട്ടെ. ഇതെല്ലാം ഇക്കായ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത്. അപ്പൊ അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? എങ്കിൽ ശരി, എങ്കിൽ വരാം. അപ്പൊ വരുമല്ലോ അല്ലേ? ഞാൻ അതൊക്കെ എടുത്തു വെക്കട്ടെ, പേപ്പറൊക്കെ. എന്താ ക്ഷമ ഇറങ്ങി ഒറ്റയ്ക്ക് വെളിയിരിക്കുന്ന? അല്ല, വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു. ജെസ്സി ഉണ്ടാക്കി തരുന്ന ആഹാരമൊക്കെ കൊള്ളാം. ഇഷ്ടപ്പെടുന്ന? ഞാനതൊന്നും കഴിക്കുന്നില്ല. എനിക്ക് കഴിക്കാൻ വന്നാണെങ്കിൽ വരും. എനിക്കൊന്നും വേണ്ട. അപ്പൊ ഞങ്ങളോ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. എന്തായാലും കൊള്ളാം. വാ, ഞാൻ റെഡിയാക്കി തരാം. ഇല്ലേ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തൊക്കെ? വാ, പുറത്തോട്ട് വാ, ഞാൻ പറയാം. എന്താ പറയാനാ വിളിച്ചേ? നീ ആ പ്രമാണം എടുത്താ? ഞാൻ വെച്ചേക്കാം. അത് ഞാൻ തരത്തില്ല. നീ അത് കയ്യിൽ വെച്ചേക്കണ്ട. നിന്റെ പേരിനുള്ളതെന്ന് ഞാൻ എഴുതി എടുക്കത്തില്ല. അത് നീ രജിസ്റ്റർ ഓഫീസിൽ വന്ന് എഴുതി ഒപ്പിട്ടാലേ നിനക്ക് എന്റെ പേരിനാകാൻ പറ്റൂ. നീ പേടിക്കണ്ട. എനിക്കിവിടെ ജീവിക്കാനുള്ള ഒരു ധൈര്യം അതേ ഉള്ളൂ. ഞാൻ തരത്തില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കണം. തരത്തില്ല. നീക്ക് അതിനു വേണ്ടി മോഹിക്കണ്ട. അതിനെ കുറച്ച് ദിവസമായിട്ട് എന്നോട് സംസാരിക്കുന്നതും സോപ്പിടുന്നേക്കാ. ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ തരത്തില്ല. അതെന്തായാലും തരത്തില്ല. കാര്യം അത് എഴുതി എടുത്തിട്ട് വേണമല്ലോ എന്നെ എൻ്റെ മക്കളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ. എനിക്കറിയാം. നിന്നെ ഞാൻ എൻ്റെ ഒരു കരുണ കൊണ്ട് ഇപ്പൊ അവിടെ എല്ലാവരും ജീവിക്കുന്നതെന്നെങ്കിലും ചിന്തിക്കണം. ഞാൻ തരത്തില്ല. ഷെമി, ഞാൻ പറയുന്നത് കേൾക്ക് നീ. ഞാൻ തരത്തില്ല. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അതെ, ഞാൻ വാങ്ങി വെച്ചെന്നും പറഞ്ഞ് അതെനിക്ക് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് ഞാൻ എഴുതിയെടുക്കണമെങ്കിൽ. നീ അറിയാതെ എനിക്കത് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. നീ താ, ഞാൻ വെച്ചേക്കാം. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. അത് ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. നീ അതിങ്ങട്. അല്ലാതെ ഞാൻ എൻ്റെ മക്കളുടെ പേരിൽ ഒന്നും നടക്കത്തില്ല. നിന്നെ ആരാ പറഞ്ഞു പറ്റിച്ചതാ? അങ്ങനെയൊന്നും അല്ല. നീ അതിങ്ങട്. എന്നെ വിശ്വാസമില്ല എനക്ക്? ഇക്കാര്യത്തില്ല. നീ വിശ്വസിച്ചേ പറ്റൂ. നീ ആ പ്രമാണം കേട്.
അല്ലാതെ ഇത് ആർക്കും കൈമോശം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ചതിൻ്റെ ആ ഒരു ഇതാണ് നീ ഇപ്പോൾ കാണിക്കുന്നത്. നീ ബാ എടുത്തു താ. കൊടുക്കണോ? കൊടുത്ത നാളെ അവിടെ കൊണ്ടുപോകണമെന്നല്ല ജെസ്സി പറഞ്ഞത്. അതേ ഇക്കാടെ പറഞ്ഞാലും പ്രശ്നമാവും. ഞാൻ ആരെ വിശ്വസിക്കുക? ഇക്കായെ വിശ്വസിക്കുമോ ജെസ്സിയെ വിശ്വസിക്കുമോ? ഞാൻ പോയി ഒപ്പിടാതെ എന്തായാലും. അപ്പൊ ഞാൻ നാളെ ഒപ്പിടണമെന്നാണല്ലോ ജെസ്സി പറഞ്ഞത്. നാളെ അവിടെ ഞാൻ 1-2 എടുത്ത് ഒപ്പിടണം. ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. എന്തായാലും ഇക്കടയിലും നോക്കട്ടെ. അതാ വരുന്നു. പ്രമാണം എന്തായാലും നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നില്ല എന്ന് വേണ്ട. നിങ്ങളുണ്ടാക്കിയ മുതലല്ലേ. ചിലപ്പോൾ എനിക്ക് അർഹത കാണത്തില്ലായിരിക്കും. ഞാൻ പിടിച്ചു വെച്ച എന്തിനാണെന്നറിയാം? എൻ്റെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ. ഇത് ഈ വീട്ടിലിരിക്കുന്ന അത്ര സേഫ്റ്റി അല്ല. ഇത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം. ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. അടുത്ത ആളെ കൊണ്ടുവരാനായിരിക്കും. നീ പേടിക്കണ്ട. നീ സേഫായിട്ട് വെച്ചേക്കുന്നതാണൊക്കെ തന്നെ എൻ്റെ കയ്യിലും ഇതിരിക്കും. എന്തായാലും എന്താ, ഇതിനു വേണ്ടിയല്ലേ ഈ കടന്ന് കാണിക്കുന്നത്. അടുത്ത ആളെ കൊണ്ടുവരുമായിരിക്കും. ഞാൻ അവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാ കാണിക്കാൻ കൊണ്ടുവന്നതെന്നോ. ജെസ്സി, ജെസ്സി. ആ സഫി എത്തിയോ? അയ്യോ, ഞാൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ചായയും സ്നാക്സും. വാ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാൻ. എന്ത്, ഞാൻ നല്ല സൂപ്പർ മീൻകറി അല്ലേ വെച്ചത്. ഷെമി തന്നെ പറഞ്ഞു സൂപ്പറാന്ന്. വാ വാ, ചായ കുടിക്കാം. ഇതെന്താ വിളിച്ചു വെച്ചേക്കുന്നേ? ഇതോ പ്രമാണം. ഏതാ പ്രമാണം? ഈ വീടിന്റെ പ്രമാണം. സൂപ്പർ സൂപ്പർ. എന്നെ പൊന്നോരെ സൂപ്പർ. ഞാൻ എത്ര ദിവസമായിട്ട് വിചാരിക്കുന്നു. എന്തുവാ എന്തുവാ പ്രമാണോ? സഭയ്ക്ക് വേണ്ടി ഒപ്പിച്ചെടുക്കണ്ടേ? എനിക്ക് വേണ്ടിയാ? ഇത് എന്തായാലും കിട്ടിയാൽ എന്റെ പൊന്നെ. നീ തന്നേരാ. എന്തിന്? നീ താ, കാര്യണ്ട്. എന്തിന്? എന്റെ പൊന്നെ സഫിയല്ലേ എന്നോട് സ്നേഹമുള്ള. താ. നിന്റെ ഐഡിയ എന്തുവാ? അത് നമുക്ക് പ്രമാണം ചെയ്യാം. ആരെ പേരിന്? നാളെ രജിസ്റ്റർ ചെയ്യാം. നാളെ ആരെ പേരിന്? അത് ഇപ്പം സഭി ഒപ്പിച്ചില്ലല്ലോ. നാളെ ഞാൻ രജിസ്റ്റർ ചെയ്യാനിരിക്കുവായിരുന്നു. നിന്റെ പേരിനല്ലേ? അതിനെന്താ? എന്റെ പേരിലായാലെന്ത്, സഭയുടെ പേരിലായാലും. സഭയുടെ പാതിയല്ലേ ഞാൻ. ഇത് എന്റെ വിയർപ്പാണിത്. അത് ഞാൻ നിനക്ക് തരാനാ. എന്റെ കയ്യിലായാലെന്ത്, സഭയുടെ കയ്യിലായാലെന്ത്. ഞാൻ തന്നേരാം. നാളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ രജിസ്റ്റർ ഓഫീസ് പോവുക. ഷെമീത്തായി ഞാൻ സെറ്റ് ആക്കി വെച്ചേക്കാം. ഓരോ ഒപ്പിടിക്കുക. ഞാൻ അറിയാതെ അല്ലേ? അറിയാതെ എന്ന് പറഞ്ഞാൽ എന്തായാലും നാളെ സഫി അറിയുമല്ലോ. അറിയും. നാളെ സഫി അല്ല അറിയുമല്ലോ. അപ്പോൾ പിന്നെ അതിനെന്താ, എന്റെ അല്ലേ. നാളെ ഞാൻ അറിയും. നിന്റെ പേരിന് വസ്തു ആക്കിയത് ഞാൻ നാളെ അറിയും അല്ലേ? നാളെ അല്ലെങ്കിൽ പിന്നെ അറിയും. അറിയും. എന്തായാലും ഒപ്പിച്ചെടുത്തല്ലേ നമ്മൾ. എന്തായാലും ഇത് എന്റെ കയ്യിലിരിക്കും. അതെന്തിനാ? നാളെ ചെയ്യാൻ. ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ ഷെമിയെ കൊണ്ട് എന്തിനാ പേപ്പർ സൈൻ ചെയ്യിച്ചത്? അപ്പൊ അവിടെ നിന്ന് കിട്ടിയ അറിവാണോ? ഇവിടെ ഒന്നും അറിയാതെ നടക്കുന്ന ഞാനായിരുന്നല്ലേ. ദേ, എവിടെ നിന്ന് കിട്ടി, ആര് പറഞ്ഞു എന്നൊന്നും നീ അറിയണ്ട. ഇതിപ്പോ നീ മോഹിക്കണ്ട. സഫി എവിടെ പോന്ന്? എനിക്ക് മനസ്സിലായി. ഇത് ഈ വീട്ടിൽ സേഫ് അല്ല.
ദുഷ്ടത്തി. വീട്ടു ജോലിയും ചെയ്ത് അവളെ കാര്യങ്ങളും നോക്കി എന്നപ്പോൾ അവളെന്നെ ചാതിച്ച് അവളെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പാവം കണക്കിരുന്നിട്ട് അവളെല്ലാം മൂട്ടിക്കൊടുത്തു. അവളെ ഇങ്ങനെ കെട്ടി ഇവിടെ വന്നത് വെറുതെ ഞാൻ ഇതിനു വേണ്ടിയായിരുന്ന. ഇവക്കിട്ടുള്ള ഒരു പണി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാനാരാ? എന്നോടാ കളി. രണ്ടെണ്ണത്തിന് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. കുളിച്ചിട്ട് വരാം. ആ ജെസ്സി, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ആ ഷെമീത്ത, അതാ വരുന്നടി. ഷെമീത്ത, എന്താ? ഷെമീത്ത, ഒരു മിനിറ്റ്. പിന്നെ ആ അടുപ്പിൽ ഇരിക്കുന്ന കറിയൊന്ന് നോക്കൂ. എൻ്റെ കുറച്ച് വാഷ് ചെയ്യാനുള്ള തുണി ബാത്റൂമിൽ കിടക്കുന്നു, ഞാൻ ഒന്നെടുത്ത് മാറ്റട്ടെ. ഓ ഓ ആ ഷെമീത്ത, ഞാൻ എടുത്തേട്ടാ. ഞാൻ ഇരുന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇത്ത പോയിക്കോ. ഇതെന്തിനൊക്കെ അറിയാന്തോ. ഇതൊക്കെയാണ് ഇക്കായ്ക്ക് കൊടുക്കുന്നത്. കറിയൊക്കെ എന്തായോ എന്തോ. ജെസ്സി, കറിയൊക്കെ റെഡിയായാ? മണമൊക്കെ ഉണ്ട്.